HDSന്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സമാസങ്ങളാണ്. സമാസത്തിന്റെ വിവിധ ഭേദങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഒരു 2 ക്ലാസ് കൂടി സമാസങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിനോടനുബന്ധിച്ച് വരുന്ന ചില ക്വസ്റ്റ്യനെയറുകൾ അറ്റൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എടുക്കുന്ന സമാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ഇലാബറേറ്റ് ആയിട്ടാണ് അതിന്റെ എക്സ്പ്ലനേഷൻസ് വരുന്നത്. ഒരുപാട് സമാസങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് ഓർമ്മ നിൽക്കണമെന്ന് വെച്ചാൽ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതാണ് സമാസം എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എനിക്ക് മനസ്സിലായത് അതിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ 2 ക്ലാസ് കൂടി സമാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനെയറുകൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ സമാസം നല്ല ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുക, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, പഠിച്ചതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഒക്കെ കിട്ടും. എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്ന് നിങ്ങളെ വിളിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു, ജോലിക്കൊക്കെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്വന്ദ്വ സമാസമാണ്. ഉഭയപദാർത്ഥ പ്രധാനഃ ദ്വന്ദ്വഃ. 2 പദാർത്ഥങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതാണ് ദ്വന്ദ്വൻ. ദ്വന്ദ്വൻ തന്നെ 2 തരത്തിലുണ്ട്. എന്താണ്? ഇതരേതരഃ സമാഹാരഃ. ഇതരേതര ദ്വന്ദ്വൻ എന്നും സമാഹാര ദ്വന്ദ്വൻ എന്നും 2 തരത്തിലുണ്ട്. ഇതരേതരഃ ദ്വിധ. അതിൽ ഇതരേതര ദ്വന്ദ്വൻ തന്നെ 2 തരത്തിലുണ്ട്. എങ്ങനെയാണ്? ദ്വിപദ ദ്വന്ദ്വഃ. ദ്വിപദം എന്ന് പറഞ്ഞാൽ 2 പദങ്ങൾ വരുന്ന ദ്വന്ദ്വൻ. രാമശ്ച കൃഷ്ണശ്ച 2 പദങ്ങളെ ഉണ്ടാവുള്ളൂ. 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യം. രാമകൃഷ്ണവും ഉത്തരം. മനസ്സിലായ? ബഹുപദ ദ്വന്ദ്വഃ. ബഹുപദം എന്ന് വെച്ചാൽ ഒരുപാട് പദങ്ങൾ വരുന്നത്. ഹരിശ്ച ഹരശ്ച ഗുരുശ്ച. ഹരിഹര ഗുരവഃ. ഓക്കെ, അപ്പൊ ഇതരേതര ദ്വന്ദ്വൻ ഉണ്ട്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് ദ്വിപദ ദ്വന്ദ്വൻ, ഒന്ന് ബഹുപദ ദ്വന്ദ്വൻ. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് സമാഹാര ദ്വന്ദ്വൻ. സമാഹാരദ്വന്ദ്വൻ എന്താണ്? സമാഹാരഃ സംജ്ഞാച പരിഭാഷ ചനയോഹോ സമാഹാരഃ. ഈ സമാഹാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് സമാഹാരദ്വന്ദ്വനാവുന്നത്. സംജ്ഞാപരിഭാഷം. അതുപോലെ നിത്യസമാഹാരഃ പാണീച പാദൗച ഏതേഷാം സമാഹാരഃ പാണിപാദം. പാണിപാദം എന്ന് എവിടെ കണ്ടാലും സമാഹാരദ്വന്ദ്വനാണ്. അത് ഓർമ്മിക്കാട്ടെ. ഇങ്ങനത്തെ ചില പ്രധാനപ്പെട്ട കുറെ വാക്കുകളുണ്ട്. അതാണ് സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറ് കേട്ടോ. समाहारद्वन्द्वः सर्वत्र भवति. अतः घटपटम् इति घटपटौ इति च भवति. प्राणितूर्यसेनाङ्गानां समाहारः एव. इतरेतरः न भवति. पाणिपादाः इति अपशब्दः एव. അപ്പോൾ പാണിപാദം എന്നുള്ളതാണ് ശരിയായ രൂപം. ഘടപടഃ അല്ലെങ്കിൽ ഘടപടൗ എന്നും ദ്വന്ദ്വ സമാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എല്ലാ വസ്തുക്കളുടെയും സമാഹാരത്തെയാണ് സമാഹാര ദ്വന്ദ്വം എന്ന് പറയുന്നത്. ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പറയാം. അതിന് അടുത്തത് അവ്യയീഭാവ സമാസമാണ്. അപ്പൊ ദ്വന്ദ്വ സമാസം കഴിഞ്ഞു. ഒന്ന് ദ്വിപദ ദ്വന്ദ്വൻ, ഒന്ന് ബഹുപദ ദ്വന്ദ്വൻ. ദ്വിപദ ദ്വന്ദ്വനിൽ തന്നെ 2 തരത്തിലുണ്ട്. എന്താണ്? ദ്വിപദ ദ്വന്ദ്വൻ, ബഹുപദ ദ്വന്ദ്വൻ അല്ലെ. ദ്വന്ദ്വ സമാസം 2 തരത്തില്. ദ്വിപദ ദ്വന്ദ്വൻ, ബഹുപദ ദ്വന്ദ്വൻ. രാമശ്ച കൃഷ്ണശ്ച 2 പദം വരുന്നത്, 2-ലധികം പദങ്ങൾ വരുന്നതും. സമാഹാര ദ്വന്ദ്വൻ 2 തരത്തില്. സമാഹാര ശബ്ദത്തോട് ചേർന്ന് വരുന്നത്, നിത്യസമാഹാരങ്ങളായിട്ടുള്ളത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അവ്യയീഭാവ സമാസമാണ് അടുത്തത്. പൂർവപദാർത്ഥ പ്രധാന അവ്യയീഭാവഃ. പൂർവപദാർത്ഥ പ്രധാനമാണ് അവ്യയീഭാവൻ. അവ്യയീഭാവഃ പ്രായഃ ത്രയസ്ത്രിംശത് വാ. 33 തരം അവ്യയീഭാവൻ ഉണ്ട് എന്നാണ് പറയുന്നത്. 33 തരം. എല്ലാം നമ്മൾ അങ്ങനെ വേർതിരിച്ച് പഠിക്കൊന്നും വേണ്ട. പ്രധാനമായിട്ട് വരുന്ന പ്രസിദ്ധാഹ കേചന ഭേദാഹ പ്രദർശ്യന്തെ. കുറച്ച് പ്രസിദ്ധങ്ങളായിട്ടുള്ളവ നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു 10, 11, 12 രീതിയിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പ്രസിദ്ധങ്ങളായവ അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതിൽ നോക്കൂ, സമാസം നോക്കൂ. ഉപകൃഷ്ണം എന്നുള്ള വാക്ക്, അതിന് സമീപാർത്ഥകത്തിലാണ് ഉപ എന്ന വാക്ക് പ്രയോഗിച്ചേക്കണേ. കൃഷ്ണസ്യ സമീപം എന്നാണ് വിഗ്രഹം വരുന്നത്. നിർമക്ഷികം. ആദ്യം ഞാനിവിടെ സമാസാണ് കേട്ടോ വായിക്കണേ. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ വിഗ്രഹം പറയുന്നത്. നിർമക്ഷികം. മക്ഷികാണാം അഭാവഃ. അത് അഭാവാർത്ഥത്തിലാണ്. അങ്ങനെ പറയുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാൻ. അനുരൂപം. രൂപസ്യ യോഗ്യം. അനുരൂപം. യോഗ്യതാർത്ഥകഃ. പ്രതിദിനം. ദിനം ദിനം പ്രതി. അത് വീപ്സാർത്ഥകഃ.
ഇനി യഥാശക്തി, ശക്തിം അനതിക്രമ്യ എന്നുള്ളതാണ്. പദാർത്ഥാനതിവൃത്യർത്ഥക എന്നുള്ള ഉപയോഗത്തിലാണ് അത് വരുന്നത്. ആമുക്തിഹി, ആമുക്തേഹി മര്യാദാർത്ഥക. ആബാലം, ആബാലേഭ്യഃ അഭിവിദ്യർത്ഥകഃ. അഭ്യഗ്നിഹി, അഗ്നിം അഭി അഭിമുഖ്യാർത്ഥകഃ. ശാകപ്രതി, ശാകസ്യ ലേശഃ മാത്രാർത്ഥകഃ. ഇങ്ങനെ അവ്യയീഭാവ സമാസങ്ങൾ ഇത്തരത്തിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ സമാസങ്ങൾ മാത്രം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ അവ്യയീഭാവ സമാസമാണെന്നും മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് ചോദിക്കുന്നത്, അല്ലാതെ ഇതിന്റെ ചെറിയ ചെറിയ ഡിഫറൻസസ് ചോദിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഇനി പത്താമത്തെ അവധാരണാർത്ഥകഃ. യാവന്തഃ ശ്ലോകാഃ യാവത് ശ്ലോകം. പിന്നെ പാരേ ശബ്ദയുക്തഃ, പാരേ സമുദ്രസ്യ പാരേ സമുദ്രം. മധ്യേ ശബ്ദയുക്തഃ, മധ്യേ ഗംഗായാഃ മധ്യേ ഗംഗം. ഇതൊക്കെയാണ് പ്രസിദ്ധങ്ങളായിട്ടുള്ള അവ്യയീഭാവ സമാസങ്ങൾ. അപ്പൊ ഇതൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. ഈ സമാസങ്ങൾ മാത്രം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത സമാസം. അടുത്തത് ദ്വിഗു സമാസാണ്. ദ്വിഗു. സംഖ്യാവാചകം സുബന്ധേന സമസ്യതേ. സംഖ്യാവാചകമാണ് ദ്വിഗുവിൽ വരിക. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. തദ്ധിതാർത്ഥ വിഷയെ ഉത്തരപദേ പരതഃ സമാഹാരേ വാച്യേച്ച അതഃ ദ്വിഗു സമാസഃ ത്രിധാ ഭവതി. 3 തരത്തിലാണ് വരുന്നത്. തദ്ധിതാർത്ഥ ദ്വിഗുഹു, ഉത്തരപദ ദ്വിഗുഹു, സമാഹാര ദ്വിഗുഹു ചേതി. ഇങ്ങനെ 3 തരത്തിലാണ്. ഉത്തരപദ ദ്വിഗു എന്ന് പറയുന്നത് പഞ്ചഹ ഗാവഹ ധനം യസ്യ സഹ പഞ്ചഗവധനഃ. ദശഃ ഗാവഃ ധനം യസ്യ സഹ ദശഗവധനഃ. ദ്വേ അഹനി പ്രിയേ യസ്യ സഹ ദ്വഹനപ്രിയഃ. പഞ്ചസഖായാഃ പ്രിയഃ യസ്യ സഹ പഞ്ചസഖപ്രിയഃ. അങ്ങനെ ഉത്തരപദദ്വിഗു വരുന്നു. സമാഹാരദ്വിഗു, നേരത്തെ സമാഹാരം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ദ്വന്ദ് സമാഹാരം, സമാഹാര ദ്വന്ദ്വൻ. ഇതേപോലെ സമാഹാര ശബ്ദം വരുന്നത് തന്നെയാണ് സമാഹാരദ്വിഗു. പഞ്ചാനാം ഗവാം സമാഹാരഃ പഞ്ചഗവം. അപ്പൊ നമുക്ക് സംശയം തോന്നും, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദ്വിഗുവിൽ എപ്പോഴും സംഖ്യാശബ്ദം ഉണ്ടാവും കേട്ടോ. മുൻഭാഗത്ത് സംഖ്യാശബ്ദത്തോടു കൂടിയാണ് ദ്വിഗു ഉണ്ടാവുക. അപ്പൊ സമാഹാര ദ്വിഗുവിൽ വരുന്ന കുറേ എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പഞ്ചാനാം പാത്രാണാം സമാഹാരം പഞ്ചപാത്രം. ത്രയാണാം ഭുവനാനാം സമാഹാരഃ ത്രിഭുവനം. ചതുർണാം യുഗാനാം സമാഹാരഃ ചതുർയുഗം. സപ്താനാം അന്നാം സമാഹാരഃ സപ്താഹഃ. ദ്വയോഃ അന്നോഃ സമാഹാരഃ ദ്വഹ്നഃ. നവാനാം രാത്രീണാം സമാഹാരഃ നവരാത്രം. തിസൃണാം രാത്രീണാം സമാഹാരം ത്രിരാത്രം. ത്രയാണാം ലോകാനാം സമാഹാരഃ ത്രിലോകി. പഞ്ചാനാം രാത്രീണാം സമാഹാരഃ പഞ്ചരാത്രം. പഞ്ചാനാം വടാനാം സമാഹാരഃ പഞ്ചവടി. അപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ സമാസങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്ത് ഇത് ദ്വിഗു സമാഹാര ദ്വിഗുവിന് ഉദാഹരണമാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓരോന്നും കോളം വരച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം ആ രീതിയിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. അതെടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ വലിയൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ ഇത് ഒരുമിച്ച് ചേർത്ത് എല്ലാ സമാസങ്ങളും എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഒന്ന് ഒട്ടിച്ചു വെക്കുക. A4 ഷീറ്റിലായാലും മതി, ഇനിയിപ്പോൾ ചാർട്ട് പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നും കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചാൽ മറക്കേയില്ല, നമുക്കത് ഓർമ്മിച്ച് വെക്കാനായിട്ട് പറ്റും. കാരണം ഇതിൽ കുറേ വരുന്നുണ്ട്, കുറേ വേരിയേഷൻസ് വരുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്യുക, എല്ലാ ദിവസവും ഒന്ന് വായിച്ച് പോവുക. സമാസം ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല. കൊടുത്തിട്ടുള്ള വളരെ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതും ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നതായിട്ടുള്ള ഏരിയാസ് മാത്രം ഞാൻ എടുത്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എല്ലാം കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്കിനി അടുത്തത്
എന്താണ് നഞ്ഞ് നഞ്ഞ് വെച്ചാൽ സുബന്ധേന സമസ്യത നഞ്ഞ് സമാസം. നഞ്ഞ് എന്ന് പറഞ്ഞാൽ നാ എന്ന പദത്തിന്റെ ആദ്യം വരും, വിഗ്രഹത്തിന്റെ ആദ്യം. ആ എന്ന സമാസത്തിലും വരും. ഇല്ല എന്നുള്ള അർത്ഥത്തെ, അഭാവത്തെ കാണിക്കാനാണ് നഞ്ഞ് സമാസം ഉപയോഗിക്കുന്നത്. ന സന്ദേഹ അസന്ദേഹ, ന വിവാദ അവിവാദ, ന വിഘ്ന അവിഘ്ന, ന പടു അപടു, ന അശ്വ അനശ്വ, ന ഉപലബ്ധി അനുപലബ്ധിഹി, ന ആഗമനം അനാഗമനം, ന പന്ഥ അപന്ഥാഃ, അവിഘ്നമസ്തു ഇത്യാദോ വിഘ്നാനാം അഭാവഃ ഇതി വിഗ്രഹഃ. അതുകൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നഞ്ഞ് സമാസവും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ചെറിയ എക്സ്പ്ലനേഷൻസ് ആണ് ആദ്യത്തെ 3-4 വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് വിത്ത് എക്സാമ്പിൾ ആണ് പിന്നെ വന്ന 3-4 വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഇനി ഒരു 2 വീഡിയോസും കൂടി ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളുടെ പഠനത്തെ തന്നെ ഭംഗിയാക്കി വെക്കുക. കാരണം ഇപ്പം ഏത് കണ്ടാലും അപ്പം തന്നെ ആൻസർ ഓർമ്മ വരാവുന്ന രീതിയിൽ എന്തൊക്കെ ടെക്നിക്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നും കാണുന്നതാണെങ്കിൽ നമുക്ക് മറക്കില്ല. അപ്പോൾ കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കുക. എങ്ങനെയാണോ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതൊക്കെ ചെയ്യുന്നത് കുട്ടികൾ ക്ലാസ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചായിട്ട് ക്ലാസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത വീഡിയോസിൽ ഞാൻ എൻ്റെ ക്വസ്റ്റ്യനെയറുകളും മറ്റും ആൻസർ ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.